നമസ്കാരം. കങ്കുവ 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 അങ്ങനെ നമ്മുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവസാനം അത് സംഭവിച്ചിരിക്കുകയാണ്. നമ്മുടെ സൂര്യൻ്റെ കങ്കുവ പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയ ബ്രഹ്മാണ്ഡമായിട്ടുള്ളൊരു എടുത്ത പടമാണ്. അതിനുവേണ്ടി തന്നെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അതിൻ്റെ ആയോധന കലകളും കാര്യങ്ങളും എല്ലാം പഠിച്ച് അതിൻ്റെ ഒരു ചെറിയ ഒരു ലുക്ക് പോസ്റ്ററിന് വേണ്ടി ആരാധകർ വെയിറ്റ് ചെയ്തിരുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ കങ്കുവ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റ്, അതിൻ്റെ ഫുൾ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അപ്ഡേറ്റ് അടക്കം എന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ റിലീസ് തീയതി അടക്കം അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ട്രെയിലറാണ് ഇപ്പോൾ നിലവിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പടത്തിൻ്റെ സംവിധായകൻ ശിവ, അറിയാമല്ലോ, നമ്മുടെ വിവേകം, വിശ്വാസം, അങ്ങനെ ഇഷ്ടം പോലെ പടം അണ്ണാത്തെ വരെ എത്തി നിന്നിട്ട് അവസാനം അണ്ണാത്തിലൊരു ഫ്ലോപ്പ് കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ ഒന്ന് ചെറിയ ഗ്യാപ്പ് ഇട്ട് നേരെ കങ്കുവയ്ക്ക് എടുത്ത് ചാടിയത്. ദേവിശ്രീ പ്രസാദാണ് മ്യൂസിക്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ചാപ്റ്ററാണ് പോകുന്നത്. ഇതിൻ്റെ ഒരു സെക്കൻഡ് ചാപ്റ്റർ ഉണ്ട് എന്നൊക്കെയാണ്. അത് നല്ല രീതിയിൽ എൻഗേജ്ഡ് ആയിരിക്കും എന്നുള്ള ലെവലിൽ വരെ സംസാരവും അതിൻ്റെ രീതിയിലെല്ലാം പോകുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ട്രെയിലർ കണ്ടു നോക്കാം. ഓ, വാട്ട് എ വിഷ്വൽ. സ്റ്റുഡിയോഗിരാം ഗണവൽഗാച്ച. വൗ, അക്കി പറഞ്ഞോ. ഓ, ബേബി ഡോൾ. എന്താ മോനെ, ഇത് കാലകയനോ? പഴയ ഒരു കാലഘട്ടമാണ്. ഇനി ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ തന്നെ, പക്ഷേ ഒരു പുതിയ കാലഘട്ടവും പഴയ കാലഘട്ടം എന്നുള്ള ലെവലിലാണ് ഈ പടം പോകുന്നത്, അതിൻ്റെ തുടക്കം പോകുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു പഴയ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു വാറ്, ആ ഒരു പരിപാടിയാണ്. ഓ, വയലൻസ്. வந்துட்டா അഗ്നിപർവ്വതം, സൂര്യ. എൻ്റെ മോനെ, ആ പവർ ഞാൻ പറഞ്ഞില്ല. ഈ ഒരു പടത്തിന് വേണ്ടിയിട്ട് അത്രയും, കാരണം അതിൻ്റെ വർക്കൗട്ട് വീഡിയോ കാര്യങ്ങളെല്ലാം നമ്മൾ നിലവിൽ കണ്ടതാണ്. ജ്യോതികിൻ്റെയും പിന്നെ രണ്ടുപേരും തമ്മിലുള്ള, അല്ലെങ്കിൽ ഈ ഒരു പടത്തിനെ സംബന്ധിച്ചാണ്. രണ്ടുപേരും ഉണ്ടോയെന്നൊന്നും അറിയില്ല. എല്ലാവരും സസ്പെൻസാണ്. കാരണം പടത്തിൻ്റെ ആ ഒരു ഒന്നും തന്നെ ഇതുവരെ വെളിയിൽ വിട്ടില്ല. ഇപ്പോൾ നമ്മൾ ട്രെയിലർ എന്നുള്ള ലെവലിലേ വിട്ടിട്ടുള്ളൂ. അതും മുഴുവനായിട്ടും വിട്ടിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാൽ വിട്ടിട്ടില്ല. കാരണം ഒരു ചെറിയൊരു ഇത് ഔട്ട്ലൈൻ മാത്രമാണ് ഇങ്ങനെ ചെറുതായിട്ട് തന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു, എൻ്റെ മോനെ, എന്തായാലേ സമ്മതിക്കണം, വെയിറ്റ് ചെയ്താണ്. കാരണം ആരാധകർ അത്രയും ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പടമാണ് കങ്കുവ എന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്തെങ്കിലും കൊണ്ടാവും മസ്റ്റ് തിയേറ്റർ വാച്ച് ആയിരിക്കും. കാരണം അത്രയും ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും നമുക്ക് തരാൻ പോകുന്നത്. കഥയും കാര്യങ്ങളൊക്കെ എല്ലാം വരുന്ന ദിവസങ്ങൾ നമുക്കറിയാം. പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും. കാരണം ഇത്രയും വെയിറ്റ് ചെയ്ത് എടുക്കുമ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. Roaring. ഓഹോ, ഓ, റോവൻ. എന്താ മോനെ, ഓ, റിട്ടേൺ ബൈ ശിവ. മുതലയാ. ഓ, അണ്ണൻ. അയ്യോ, കങ്കുവ. Kangu
10/10/24. അപ്പോൾ റിലീസ് ഡേറ്റ് അടക്കം പുറത്തുവിട്ടിരിക്കുകയാണ്. ഒറ്റ മോനെ ഒന്നും പറയാനില്ല. നമ്മൾ ഒരിക്കലും ഒരു പടത്തിൻ്റെ ട്രെയിലർ കണ്ട് നമുക്കൊരു പടത്തിന് വിലയിരുത്താൻ പറ്റും, പടം ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്നൊക്കെ. പക്ഷെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, നമ്മൾ കാത്തിരുന്ന അത്രയും ഒരു ഇതിൽ ഹൈപ്പിൽ വരുന്നത്, ആ ഹൈപ്പ് നീതി പുലർത്തിയിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് സിനിമ വരുമ്പോൾ കാണാം. എന്തായാലും ശിവ ആ ടീം ആ ഒരു നേരെ ഹിറ്റുകൾ തന്നിട്ട് നേരെ ഒരു ഫ്ലോപ്പിൽ ചവിട്ടി നിർത്തി പിന്നെ ഒരു കയറ്റം വരട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമുക്കതിൽ ഒരു നടനെ മാത്രം, നമ്മൾ ആ കോമഡിയൊക്കെ അവതരിപ്പിച്ച ഒരു നടനെ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരിനൊന്നും വലുതായിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ആരൊക്കെ ഇതിലുള്ളത്, ഇനി എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്കിനി വരും ഇതിലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും നമുക്ക് 10ാം മാസത്തിലാണ് പടം, 10ാം തീയതി 10ാം മാസത്തിലാണ് പടം റിലീസ്. അടുത്ത മാസം 5ാം തീയതി നമ്മുടെ ഗോട്ടിന് ശേഷം പിന്നെ സൂര്യൻ്റെ ഇതെല്ലാം ഒരു മറ്റേ അജിത്തിൻ്റെ പടം, ഇതെല്ലാം നമ്മൾ ക്ലാഷ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും തമിഴ് ബോക്സ് ഓഫീസ് വീണ്ടും വാരുവോ അതോ എന്താണെന്നുള്ളതൊക്കെ നമുക്കൊരു മാസം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും നല്ലൊരു ട്രീറ്റ് തന്നെ ആയിരിക്കട്ടെ. കാരണം ഇത്രയും കാലം വെയിറ്റ് ചെയ്തതല്ലേ, നല്ലൊരു ട്രീറ്റ് തന്നെ ആയിരിക്കട്ടെ. കാരണം സൂര്യ എന്ന് പറഞ്ഞൊരു വ്യക്തി നമുക്കറിയാലോ, പുള്ളിക്കാരൻ ഒരു കൊടുക്കണമെങ്കിൽ 100% ഔട്ട്പുട്ട് കൊടുക്കും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ. 7 രൂപയൊക്കെ നമുക്കതിൻ്റെ പിതാമഹ അങ്ങനെയുള്ള കുറേ പടങ്ങളുണ്ട്. ഇഷ്ടം പോലെ ആളുടെ ഈ വെയിറ്റ് ചെയ്ത് അതിനു വേണ്ടി മാത്രം എടുത്തത് വിക്രം, സൂര്യ ഇങ്ങനെയുള്ളവരൊക്കെ മാക്സിമം ഔട്ട്പുട്ട് നമുക്ക് തരും. അപ്പോൾ അതിനേക്കാൾ മേലെ ആവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ട്രെയിലർ വരും ദിവസങ്ങളിൽ നമുക്ക് അപ്ഡേറ്റുകൾ നമുക്ക് നോക്കാം.